മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ഒരു ഭയത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഈ പ്രതാപം വന്നു കയറിയ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള. ഈ സമയത്ത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ വാമദേവനെ വിളിച്ച് പറഞ്ഞതും വാമദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പ്രതാപം വന്നു കഴിഞ്ഞാൽ എങ്ങനെയും അവനെ തടയണം, അവനിങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അവനെ ഇവിടുന്ന് ഓടിക്കണമെന്ന്. ഇതുപോലെ തന്നെ നമ്മളുടെ അനന്തവും സാഗറാണെങ്കിലും ഈ പ്രതാപം വരുന്നുണ്ടോയെന്ന് നോക്കി തന്നെ വെളിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് സാഗറിനെയും അനന്തുവിനെയും ഈ മഞ്ജുവും ലേഹയും അകത്തേക്ക് വിളിക്കുന്ന സമയത്ത് അനന്ത് പറയുന്നുണ്ട്, സാഗർ എന്തായാലും ഇവിടെ നിൽക്കട്ടെ, ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് അനന്ത് മാത്രം അകത്തോട്ട് കയറി പോകുന്നുണ്ട്. സാഗറിനെ ആണെങ്കിൽ ഈ പ്രതാപം വരുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അനന്ത് അവന് കാവൽ നിർത്തുന്നുണ്ട്. ഈ നേരത്ത് നമ്മളുടെ വാമദേവനാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ നേരത്താണ് നമ്മളുടെ പ്രതാപൻ്റെ അമ്മ വീണ്ടും വിളിക്കുന്നത്. ഫോൺ എടുത്തതും വാമദേവനോട് ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപനെ അങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുമ്പം, ഇല്ല അമ്മേ, ഇതുവരെ അവനും കൂടെ എത്തിയിട്ടില്ല, നീ അവനെ കണ്ട അപ്പം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, അതെനിക്കറിയാലോ അമ്മേ, എന്നാലും അമ്മയൊന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നോ, അവനിങ്ങനെ വിടാൻ പാടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം, ഞാൻ എന്ത് ചെയ്യാനാടാ, ഞാൻ അവൻ റൂമിൽ കിടക്കുമല്ലോ എന്ന് കരുതി സമാധാനമായിട്ട് അപ്പുറം പോയൊന്ന് വിശ്രമിച്ചതാ. അപ്പം അവൻ ഇതുപോലെ പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എത്ര ദിവസമായി പേടിയായിട്ട് ഉറങ്ങാൻ പോലും പറ്റണില്ല. എപ്പോഴും അവൻ ആ വിശ്വനാഥനുമായിട്ട് സംസാരിച്ചിരിക്കുക. ഇനിയിപ്പോൾ എൻ്റെ സംശയം ആ വിശ്വനാഥൻ നിൻ്റെ ശരീരത്തെങ്ങാനും കയറുമെന്നാണ്. അത് കേട്ടത് വാമദേവനക്ക് വീണ്ടും പേടിയാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ദുർഗയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ വലിയ ചടങ്ങ് നടത്തിയിട്ടും മഹാലക്ഷ്മിയുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ എന്ന് പറയുമ്പം കരുണയ്ക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ കരുണ ഒന്നും പറയണില്ല. അപ്പോൾ മോളെന്താ ഒന്നും മിണ്ടാത്ത, ആ മഹാലക്ഷ്മിയുടെ മുഖത്ത് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ മോളെ എന്ന് പറയുമ്പം അവൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും സന്തോഷമില്ലാത്തതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ മഹാലക്ഷ്മിയോട് കരുണയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ സാഹചര്യത്തിൽ മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണില്ല. പിന്നീട് മഞ്ജുവും ലേഹയും അതുപോലെ മഹാലക്ഷ്മിയുടെ അമ്മയൊക്കെ മഹാലക്ഷ്മിക്ക് മധുരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ദുർഗയും കരുണയും അതിനൊന്നും തയ്യാറാവണില്ല. ഉണ്ണിയാണെങ്കിലും മുഖം തിരിച്ച് തന്നെ നിൽക്കുകയാണ്. ഇതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ ആകെപ്പാട് ടെൻഷനിൽ തന്നെയാണ്. മഹാലക്ഷ്മി ലേഹയോട് പറയുന്നുണ്ട്, ലേഹേ, ഇതിൻ്റെ ഇടയിലും എൻ്റെ ഉള്ളിലൊരു വിഷമം, എപ്പോഴെങ്കിലും അയാളും കൂടി കയറി വന്ന ആകെ പ്രശ്നവും, കണ്ണേട്ടനെ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ലേഹ പറയുന്നുണ്ട്, തൽക്കാലം മഹി അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഇപ്പോൾ അതിന് പറ്റിയ സാഹചര്യമല്ല, മഹി സമാധാനമായിട്ടിരിക്കുക, എന്തായാലും വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് വരുന്ന മോഹിനി, എന്താ മോളെ, മോൾക്കൊരു വിഷമം പോലെ എന്ന് പറയുമ്പം, എങ്ങനെ വിഷമിക്കാതിരിക്കും അമ്മേ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കണം, കരുണയുടെ അച്ഛനെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്ന് പറയുമ്പം മോഹിനി അറിഞ്ഞിട്ടുണ്ട് ഈ കരുണയുടെ അച്ഛൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോന്നിട്ടുണ്ടെന്ന്. പക്ഷേ മഹാലക്ഷ്മിയെ ടെൻഷനാക്കണ്ടല്ലോ എന്ന് കരുതി ഈ മോഹിനി പറയാതിരിക്കുമായിരുന്നു. അന്നേരം മോഹിനി പറയുന്നുണ്ട്, മോളെ, ഞാൻ മോളോടൊരു കാര്യം മറച്ചു വെച്ചതാ, കരുണയുടെ അച്ഛൻ അവിടെ നിന്ന് കാറും എടുത്ത് പോന്നിട്ടുണ്ടെന്ന്. അത് കേട്ടതും മോഹിനി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ സംഭവിച്ചു അമ്മേ, അപ്പോൾ മുത്തശ്ശി അവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ച് പോകുന്നെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, വരുന്നത് പോലെ വരട്ടെ, എന്തായാലും നമ്മളതിനെ നേരിട്ടല്ലേ പറ്റുള്ളൂ, പിന്നെ ഒരു സമയത്ത് എന്തായാലും സത്യങ്ങൾ കണ്ണനെ അറിയണമല്ലോ എന്ന്. ഈ സമയത്ത് കരുണയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുമ്പോൾ ഉണ്ണി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കരുണ, നിനക്ക് ഈ ചടങ്ങ് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടണില്ല എന്ന് തോന്നുന്നുല്ലോ എന്ന് പറയുമ്പോൾ, എനിക്ക് അതൊന്നും അല്ല, പിന്നെ എന്താ നിനക്ക് ടെൻഷൻ, നീ ഭയങ്കര പേടിച്ച് നിൽക്കണ പോലെയല്ല നിൽക്കണേന്ന് പറയുമ്പോൾ, ഉണ്ണിയേട്ടനൊന്നും മിണ്ടാണ്ട് പോയേ, എനിക്കിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക, അച്ഛനാണെങ്കിൽ അവിടുന്ന് കാറ് കൊടുത്ത് അങ്ങോട്ട് പോയി എന്നാണ് പറഞ്ഞത്. അത് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, മുത്തശ്ശി പറഞ്ഞത് കാറ് കൊടുത്ത് അച്ഛൻ എവിടേക്കോ പോയിന്നാ, ഇനിയിപ്പോൾ ഇങ്ങോട്ടെങ്ങാനും ആണോ വന്നതെന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതിന് അയാൾക്ക് തലയ്ക്ക് വെളിവില്ലാതിരിക്കുമല്ലേ, പിന്നെ എങ്ങനെയാണ് അയാൾ കാറ് ഓടിച്ചുകൊണ്ട് പോണേ, നീ എന്തൊക്കെയാണ് കരുണ ഈ പറയണേന്ന് ചോദിക്കുമ്പം, അതൊന്നും എനിക്കറിയില്ല, അച്ഛൻ എന്തായാലും കാറ് കൊടുത്ത് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്, മുത്തശ്ശിയാണെങ്കിൽ അവിടെ ആകെ പേടിച്ചിരിക്കുകയെന്ന്. പിന്നീട് നമ്മളുടെ കരുണയാണെങ്കിലും മുൻവശത്ത് വന്ന് നിൽക്കുമ്പം അവിടെ അനന്തവും അതുപോലെ സാഗറും നിൽക്കണ കാണുന്നുണ്ട്. അന്നേരം കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരിവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഇത് വലിയ ചതിയായി പോയല്ലോ, അച്ഛനെങ്ങാനും വന്നിറങ്ങുന്ന സമയത്ത് ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരോട് അച്ഛൻ എല്ലാം വിളിച്ചു പോവുമല്ലോ, പിന്നെ എൻ്റെ അവസ്ഥ എന്താകും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് വാമദേവൻ അങ്ങോട്ട് വന്നിട്ട്, മോളെ, നിൻ്റെ അച്ഛൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഇങ്ങോട്ടേക്കാണ് വന്നേക്കണേ, അവനെ ഇതുവരെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അച്ഛനെ നോക്കിയാൽ ഞാനും നിൽക്കണത്, ഈ അച്ഛൻ എന്ത് ഭാവിച്ചാൽ തുടങ്ങണമെന്ന് എനിക്കറിയില്ല, എന്നാലും അവൻ്റെ കാര്യം ഞാൻ അപ്പോഴേ പറഞ്ഞത് അവനെ ഏതെങ്കിലും ആസ്പത്രിയിൽ കൊണ്ടുവന്നാക്കാൻ, അപ്പോൾ നീയും നിൻ്റെ മുത്തശ്ശിയും സമ്മതിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ആദ്യം തന്നെ നിങ്ങളെ ഭ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കേണ്ടത്, ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാ, എന്നിട്ടോ ആ വീട്ടിലേക്ക് തന്നെ എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവരികയും ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇത്രയും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന്.
ഈ സമയത്താണ് നമ്മളുടെ പ്രതാപൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്നത്. പ്രതാപൻ്റെ വണ്ടി വന്നതും ഈ സാഗറാണെങ്കിൽ ഇതേ അനന്തുവേട്ട ആ പ്രതാപൻ്റെ വണ്ടിയല്ലേ അത്, അതേ പ്രതാപനെ ഇറങ്ങുന്നുണ്ടല്ലോ, എന്തായാലും നമ്മൾക്ക് അയാളെ അകത്തേക്ക് വിടണ്ട, ഇവിടെ വെച്ച് തന്നെ പിടിച്ച് തിരിച്ചയക്കാമെന്നും പറഞ്ഞ് ഈ സാഗറും അനന്തവും കൂടി പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണനോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞതും ഇപ്പോൾ കണ്ണനെ കാണാനോ സത്യങ്ങൾ പറയാനോ ഒന്നും പറ്റില്ല, നിങ്ങളിപ്പോൾ തന്നെ മടങ്ങിപ്പോകണം, എന്തായാലും നിങ്ങളെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നും പറഞ്ഞ് ഈ അനന്തും സാഗറും പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രതാപൻ കണ്ണാ മോനെ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു പോകുന്നുണ്ട്. അന്നേരം അനന്തും സാഗറും കൂടി ഈ പ്രതാപൻ്റെ വായ പൊത്തുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ വാമദേവന് മനസ്സിലാവുന്നുണ്ട് ഈ പ്രതാപൻ പറയുന്ന സത്യങ്ങളെല്ലാം കേട്ടിട്ട് ഈ വാമദേവന് പണിയാവുന്നത്. കാരണം അനന്തുവിനും സാഗറിനൊന്നും ഈ പ്രതാപൻ കണ്ണൻ്റെ അച്ഛനെ കൊന്നു എന്നല്ലാതെ ഈ വാമദേവൻ പറഞ്ഞിട്ടാ കൊന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വാമദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, അവരത് കണ്ണനിൽ നിന്നും മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഈ പ്രതാപനെ തടയുന്നത്. എന്തായാലും ഞാനിവിടെ നല്ലൊരു അഭിനയം കാഴ്ചവെച്ചേ പറ്റുള്ളൂ, പ്രതാപൻ എന്തെങ്കിലും പറഞ്ഞാലും അവനക്ക് തലയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് പറയണേ എന്ന് വരുത്തി തീർക്കാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വാമദേവൻ വരുന്നുണ്ട്. വാമദേവൻ വന്നതും എന്താ പ്രതാപം നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് നിനക്കറിയില്ലടാ, ഞാൻ ആ വിശ്വനാഥനെ കൊന്നേന്നുള്ള കാര്യം കണ്ണനോട് എനിക്ക് പറയണം. ആ സമയത്ത് സാഗറും അനന്തവും പറയുന്നുണ്ട് അതെന്തായാലും ഇപ്പോൾ തൽക്കാലം പറയണ്ട, ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, ഇപ്പോൾ താൻ തലയ്ക്ക് വെളിവില്ലാണ്ടല്ലേ ഓരോന്ന് പറയണേന്ന് പറയുമ്പോൾ വാമദേവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട് പ്രതാപൻ പറയാനുള്ളതൊക്കെ പറയട്ടെ, കണ്ണനോട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന്. അപ്പോൾ വാമദേവൻ്റെ വിചാരം ഈ പ്രതാപൻ വാമദേവൻ്റെ പേര് പറയില്ല എന്ന് ഓർത്തിട്ടാണ് ഈ വാമദേവൻ ഇങ്ങനെ പറയണേ. അങ്ങനെ ഈ അനന്തവും സാഗറും പ്രതാപനെ ആണെങ്കിൽ ബലമായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ആ സമയം പ്രതാപൻ അവരുടെ അടുത്തു നിന്നൊക്കെ കുതറി ഓടി അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഈ നേരത്ത് നമ്മളുടെ കരുണയും ഈ മഹാലക്ഷ്മിയും മോഹിനിയൊക്കെ പുറത്തെ ബഹളം കേട്ടിട്ട് എന്താന്ന് വന്ന് നോക്കണ സമയത്താണ് ഈ പ്രതാപൻ അകത്തേക്ക് ഓടി വരുന്നത്. അപ്പോൾ കരുണയ്ക്കാണെങ്കിൽ പ്രതാപനെ പിടിച്ചു നിർത്താനൊന്നും പറ്റണതിന് മുമ്പ് തന്നെ ഈ പ്രതാപൻ വിളിച്ചു പോകുന്നുണ്ട് എടാ കണ്ണാ മോനെ, നിൻ്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നത് ഞാനാടാന്ന്. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നോക്കണ സമയത്ത് ഈ അനന്തവും സാഗറും കൂടി ഈ പ്രതാപനെ ഇട്ട് പിടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വാമദേവനും ഉണ്ട്. എന്നിട്ട് അനന്തവും സാഗറും പറയുന്നുണ്ട് ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ലടാ, അതുകൊണ്ട് വിളിച്ച് പറയണേ, നീ ഇതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അയാളെ വിട്ട് അയാൾക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ പ്രതാപൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യ കണ്ണാ, നിൻ്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നത് ഞാനാന്ന്. അത് കേട്ടതും ഈ കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യത്തോടുകൂടി പ്രതാപൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഇവനക്കിപ്പോൾ തലക്ക് വെളിവില്ലാണ്ട് നടക്കുക, അതുകൊണ്ട് ഇവൻ എന്താ പറയണതെന്ന് ഇവനക്ക് തന്നെ അറിയില്ല എന്ന്. ആ സമയത്ത് പ്രതാപൻ വീണ്ടും പറയുന്നുണ്ട് ഈ വാമൻ പറയണതൊന്നും നീ വിശ്വസിക്കില്ലേ കണ്ണ, ഞാൻ പറഞ്ഞത് സത്യ, നിൻ്റെ അച്ഛൻ വിശ്വനാഥനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് ഞാനാ, അന്ന് നീയും ഉണ്ടായിരുന്നു വിശ്വനാഥൻ്റെ ഒപ്പം, അന്ന് നിനക്കിങ്ങനെ അപകടം പറ്റിയത് ഞാൻ കാരണം നീ ഇപ്പോൾ വീൽ ചെയറിലായെന്നൊക്കെ പറയുമ്പോൾ ഈ ദുർഗ ഉണ്ണിയാണെങ്കിൽ പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ ഉണ്ണീനോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണോ ഉണ്ണി ഈ കേൾക്കണേ, ഇനി ശരിക്കും ഇയാളാണോ നിൻ്റെ അച്ഛനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ആയിരിക്കും അമ്മേ, അതുകൊണ്ടാണല്ലോ ഇയാളുടെ ശരീരത്തിൽ എൻ്റെ അച്ഛൻ്റെ പ്രേതം കയറിയേക്കണേന്ന്. ഇത് കേട്ടതും നമ്മളുടെ കരുണയും മോഹിനിയും മഹാലക്ഷ്മി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പ്രതാപൻ വീണ്ടും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നുണയാണെന്ന് ലക്ഷ്മി മോളോട് ചോദിക്കുക, ലക്ഷ്മി മോൾ അതിന് സാക്ഷിയായിരുന്നു എന്ന്. അത് കേട്ടതും മഹാലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മഹാലക്ഷ്മി ഇങ്ങനെ സങ്കടത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് മഞ്ജു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏടത്തി അയാൾ എന്തൊക്കെയാണ് പറയണത്, ഞങ്ങളുടെ അച്ഛനെ കൊന്നത് അയാളാന്ന് പറയണത് സത്യമാണോ ഏടത്തി അതിന് സാക്ഷിയാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് മഞ്ജു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ദുർഗ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് മഹാലക്ഷ്മി സാക്ഷിയാവുന്നത്, വിശ്വട്ടൻ മരിച്ചിട്ട് 10-20 വർഷമായില്ലേ, ആ സമയത്ത് മഹാലക്ഷ്മി സാക്ഷിയാവണം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യ ദുർഗ, അല്ലെങ്കിൽ നീ ലക്ഷ്മി മോളോട് ചോദിക്കുക, ലക്ഷ്മി മോൾ നുണയൊന്നും പറയില്ല. അതങ്ങനെ ദുർഗയാണെങ്കിൽ ഉണ്ണിനോട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഉണ്ണി ഇവിടെ നടക്കുന്നത്, അപ്പോൾ ഇയാൾ കാരണമാണോ എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല അമ്മേ, അതല്ലേ ഇയാൾ കുറച്ച് ദിവസമായിട്ട് ആരെയോ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഇതറിയാവുന്നത് കൊണ്ടായിരിക്കും കരുണ നമ്മളെ ഇയാളെ കാണാൻ അനുവദിക്കാതിരുന്നതെന്ന്. അങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണേനെ കണ്ടതും ദുർഗ ചോദിക്കുന്നുണ്ട് എന്താടി നിൻ്റെ അച്ഛനാണോ എൻ്റെ താലി അറുത്തതെന്ന് ചോദിക്കുമ്പോൾ കരുണ അമ്മ എന്തൊക്കെയാ ഈ പറയണേ, അച്ഛൻ തലയ്ക്ക് വെളിവില്ലാണ്ട് ഓരോന്ന് പറയണേ എന്ന് പറയുമ്പോൾ തലയ്ക്ക് വെളിവില്ലാണ്ട് നിൻ്റെ അച്ഛൻ വേറൊന്നും പറയണില്ലല്ലോ, വിശ്വട്ടനെ കൊന്ന കാര്യം മാത്രമല്ലേ പറയണുള്ളൂ, അപ്പോൾ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവൂലേ, എന്തായാലും എനിക്ക് സംശയമുണ്ട് നിൻ്റെ അച്ഛൻ തന്നെയായിരിക്കും വിശ്വട്ടനെ കൊന്നതെന്ന്. ആ സമയത്ത് വാമദേവൻ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടില്ലേ മോനെ കണ്ണ, അവൻ പറഞ്ഞത് അവനാ നിൻ്റെ അച്ഛനെ കൊന്നതെന്ന്, ഇനി
ഇവനെ വെറുതെ വിടരുതടാന്ന് പറഞ്ഞതും പ്രതാപനാണെങ്കിൽ ഞാൻ കൊന്നെങ്കിലും അതിന് കൊട്ടേഷൻ തന്നത് വേറൊരാളാ മോനെ എന്ന് പറയണം. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് അത് ആരാന്ന് ചോദിച്ചതും വേഗം തന്നെ ഈ വാമദേവനാണെങ്കിൽ പ്രതാപൻ്റെ വാ പൊത്തുന്നുണ്ട്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട് അമ്മാവനെന്തിനാ അയാളുടെ വാ പൊത്തണേ, അയാളിനെ വിട്, അയാൾക്ക് പറയാനുള്ളത് അയാൾ പറയട്ടെ, എൻ്റെ അച്ഛനെ കൊല്ലിച്ചത് ആരാന്ന് എനിക്ക് അറിയണം. അത് കേട്ടതും വാമദേവനക്കാണെങ്കിൽ ആകെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയും കരുണയും ലേഹയും അനന്തും എല്ലാവരും ഒരു പെട്ട അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇവരിനി എങ്ങനെ മഹാലക്ഷ്മിയോട് പെരുമാറും എന്നുള്ള ഒരു പേടിയോടുകൂടി തന്നെ എല്ലാവരും നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.